അമേരിക്ക ഇറാൻ രണ്ടാം ഘട്ട ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാകിസ്ഥാനിലേക്കുള്ള യാത്ര അമേരിക്കൻ പ്രതിനിധി സംഘം ഉപേക്ഷിച്ചു. യാത്രയ്ക്കായി സമയം പാഴാക്കാനില്ലെന്നും ഇറാന് ഏത് സമയത്തും അമേരിക്കയെ ബന്ധപ്പെടാമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒമാൻ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പാകിസ്ഥാനിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ വരവിന് കാത്തുനിൽക്കാതെ ഒമാനിലേക്ക് പോയതോടെ രണ്ടാംവട്ട സമാധാന ചർച്ച അനിശ്ചിതത്വത്തിലായി. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള പ്രായോഗികമായ ചട്ടക്കൂടിനെക്കുറിച്ചുള്ള ഇറാന്റെ നിലപാട് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനുമായി പങ്കുവച്ചതായി അബ്ബാസ് അറക്ചി സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. ഇസ്ലാമാബാദിലേക്കുള്ള യാത്രയ്ക്കായി ഇനി സമയം പാഴാക്കാനില്ലെന്നും ഇറാന്റെ നേതൃത്വം ആർക്കാണെന്ന് അവർക്ക് പോലും അറിയില്ലെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സംഭാഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറാന് ഏതു സമയത്തും അമേരിക്കയുമായി ബന്ധപ്പെടാമെന്നും ട്രംപ് പറഞ്ഞു. ഏപ്രിൽ 11 നടന്ന അമേരിക്ക ഇറാൻ ചർച്ച അലസി പിരിഞ്ഞതിനെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചിരുന്നു. ഇസ്ലാമാബാദിൽ രണ്ടാംവട്ട ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെയും മരുമകൻ ജറാദ് കഷ്ണറെയും ഇസ്ലാമാബാദിലേക്ക് അയക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നുവെങ്കിലും അറക്ചി ഒമാനിലേക്ക് പോയതോടെ സന്ദർശനം റദ്ദാക്കി. എന്നാൽ ഒമാൻ സന്ദർശനത്തിനു ശേഷം റഷ്യയിലേക്ക് പോകും മുൻപ് അറക്ചി വീണ്ടും പാകിസ്ഥാനിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.